ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ മൊബൈലിൽ പലവിധം ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അല്ലേ? ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് പലവിധ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്വേഡുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിലേക്ക് അതായത് ചില ആപ്ലിക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ നമ്മൾ പാസ്വേഡുകൾ കൊടുക്കാറുണ്ട്. ഇതെല്ലാം സേഫ് ആണോ എന്ന് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ചും മറ്റാരുടെയും കയ്യിൽ ഈ പറഞ്ഞിരിക്കുന്ന പാസ്വേഡുകൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിയാറില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സിമ്പിൾ ആയിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് സെറ്റിംഗ്സിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാസ്വേഡ് എല്ലാം സേഫ് ആണോ, മറ്റൊരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ, നമ്മുടെ പാസ്വേഡിൽ ഏതെങ്കിലും മാറ്റേണ്ടതുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫോണിലും ഇതൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ പാസ്വേഡുകളെല്ലാം, നിങ്ങളുടെ ആപ്പുകളുടെ പാസ്വേഡ്, നിങ്ങളുടെ മെയിൽ ഐ ഡിന്റെ പാസ്വേഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സേഫ് ആണോ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ എല്ലായ്പ്പോഴും കാണിക്കുന്നത് ലൈവ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രമല്ല നിങ്ങളുടെ ഫോണിൽ കൂടി ചെയ്തു നോക്കുക. ഇവിടെ നമുക്ക് കാണാം നമ്മൾ പലവിധ ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കാറുണ്ട്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഫോൺ പേ, ബാങ്കിങ് ആപ്സ് ആയ ഫോൺ പേ, ബജാജ് ഫൈനാൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ പാസ്വേഡുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ പാസ്വേഡുകൾ സെക്യൂർ ആണോ എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. അതിന് നമുക്കൊരു സെറ്റിംഗ്സ് ഉണ്ട്. നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നമുക്ക് ഗൂഗിളിൽ നമുക്ക് ഏറ്റവും താഴെ ഗൂഗിൾ കാണാം. അതായത് നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ആ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഇത് പലർക്കും അറിയാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിന്റെ തൊട്ട താഴെയായിട്ട് നമുക്ക് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം വേണ്ടത്. നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. പാസ്വേഡ് മാനേജർ. ഈ പാസ്വേഡ് മാനേജറിലാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പാസ്വേഡുകളെല്ലാം, നമ്മുടെ ഫോണിലുള്ള ആപ്പുകളെല്ലാം സെക്യൂർ ആണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ നമുക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ കാണാം. അതിന്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഗൂഗിൾ പാസ്വേഡ് മാനേജർ. ആ ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് ഞെട്ടി പോകും. കാരണം നിങ്ങൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്പുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്രത്തോളം ആപ്പുകൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആ ആപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. മാത്രമല്ല ഈ ആപ്പുകൾക്ക് എന്തെങ്കിലും പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റിട്രീവ് ചെയ്തെടുക്കാനും പറ്റും. അത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു കഫേ ഓണേഴ്സ് .in ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ, ആ ഇമെയിൽ ഐ ഡി അതിന് കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഇവിടെ കാണാം. താഴെ ഇവിടെ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണന്റെ ചിത്രം കാണുന്നില്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് കാണാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം ഞാൻ പറഞ്ഞിരുന്ന ഇതല്ല. അപ്പം നമുക്ക് നമ്മുടെ പാസ്വേഡ് എല്ലാം സേഫ് ആണോ, മറ്റാരെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇവിടെ താഴെ ചെക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ചെക്ക് അപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. വീഡിയോ കൃത്യമായിട്ട് കാണാൻ നിങ്ങൾ ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, അടുത്തൊരു ഇന്റർഫേസിലേക്ക് മാറിയിട്ടുണ്ട്. പാസ്വേഡ്സ് ചെക്ക് ഫോർ 20 സൈറ്റ്സ് ആൻഡ് ആപ്സ്. 20 ആപ്പുകളും സൈറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് പറയുന്നത് നോ കോംപ്രമൈസ് പാസ്വേഡ് എന്ന് പറയുന്നുണ്ട്. ആ പാസ്വേഡ് ഒന്നും മറ്റാരുടെയും കയ്യിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പാസ്വേഡുകൾ മറ്റാരുടെയും കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് അവർ പറഞ്ഞു തരുമെന്നും പറയുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഇവിടെ 9 റീയൂസ്ഡ് പാസ്വേഡ് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് ക്രിയേറ്റ് യൂണിക് പാസ്വേഡ്സ് പറയുന്നുണ്ട്. അതായത് ഇവിടെ 9 പാസ്വേഡുകൾ നമ്മൾ ആപ്പിന് കൊടുത്തിരിക്കുക. 9 പാസ്വേഡുകളിൽ നമ്മൾ യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ് മാറ്റി കൊടുക്കാനാണ് പറയുന്നത്. അതായത് നമ്മൾ ചിലതൊക്കെ ABC 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരേ പാസ്വേഡുകൾ കുറേ ആപ്പുകൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. അതിന് പകരം നമ്മൾ ഓരോരോ ആപ്ലിക്കേഷൻസിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പാസ്വേഡ് കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സേഫ് ആണ്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 9 ആപ്ലിക്കേഷൻസ് നിങ്ങളൊന്ന് മാറ്റി കൊടുക്കുക. പിന്നെ 12 വീക്ക് പാസ്വേഡ്സ് ഇവിടെ പറയുന്നുണ്ട്. അതായത് 12 ആപ്ലിക്കേഷൻസിൽ വളരെ വീക്ക് ആയിട്ടുള്ള സ്ട്രോങ് പാസ്വേഡുകളല്ല വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ക്രിയേറ്റ് സ്ട്രോങ് പാസ്വേഡ്. വീക്ക് പാസ്വേഡ്സ് ആയി ഈസി ടു ഗസ്. അതായത് ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും ഇന്നതായിരിക്കും പാസ്വേഡ് എന്നുള്ളത്. അതുകൊണ്ട് 12 ആപ്പുകളിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി കൊടുക്കണം. ഇവിടെ ചേഞ്ച് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനും സാധിക്കുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസിനും നമ്മൾ കൊടുക്കുന്ന പാസ്വേഡുകൾ, അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ ഐ ഡിക്ക് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്, അതുപോലെ തന്നെ വെബ്സൈറ്റിൽ കയറിയിട്ട് പല സൈറ്റുകളിലും കയറി നമ്മൾ കൊടുക്കുന്ന പാസ്വേഡുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ഈ പാസ്വേഡുകൾ മറ്റുള്ളവരുടെ കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും അതുവഴി നമ്മുടെ പല ഡീറ്റെയിൽസുകളും അവർ അടിച്ചു മാറ്റി കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ആദ്യമേ അറിയുമോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അറിയാത്ത ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ പാസ്വേഡുകളെല്ലാം സേഫ് ആണോ, ഏതെങ്കിലും പാസ്വേഡിൽ നിങ്ങൾക്ക് മാറ്റാനുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. മാത്രമല്ല ഈ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു അടിപൊളി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.